കൊല്ലത്തിൻ്റെ ഐക്യദാർഢ്യം നെതന്യാഹുവിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ കൊടും ക്രൂരതയ്ക്കെതിരായി ലോകത്തെവിടെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാലും കൊല ചെയ്യപ്പെട്ടാലും അവർ നമ്മുടെ മക്കളാണ് എന്ന ബോധ്യം ലോകത്തിനാകെ ഉണ്ടാക്കി കൊടുക്കാൻ മനുഷ്യരുടെ കൂട്ടായ്മകൾ ആഗോളതലത്തിൽ നടക്കുകയാണ്. 145ഓളം ഗാസ നിവാസികളാണ് ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ 45ഓളം കുഞ്ഞുങ്ങളാണ്. Your Excellency, after the so-called ceasefire in Gaza on the 10th of October, as you know, of course, in that same month, 145 people of Gaza, men, women, children were killed, of which 45 were children. Ceasefire, therefore, not even a holding operation as far as we can see. It is a smoke screen to continue the genocide in Gaza that has been going on for decades and has been acutely perpetrated the last 2 years. 70,000-ഓളം ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങളാണ് ഇസ്രയേലിൻ്റെ അധിനിവേശത്തിൻ്റെ ഭാഗമായി ആണുങ്ങൾ, പെണ്ണുങ്ങൾ, കുഞ്ഞുങ്ങൾ ഇസ്രയേലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 2 കൊല്ലത്തിനകം. ഇതിൽ 20,000-ഓളം കുഞ്ഞുങ്ങളാണ്. ചങ്ങലകളിൽ കഴിയുന്നതാണ് എൻ്റെ ദേശത്തിൻ്റെ ആനന്ദം. എന്നെ കൊന്നൊടുക്കിയ നാട്ടിൽ നിന്ന് എനിക്ക് ആകെ വേണ്ടത് എൻ്റെ അമ്മയുടെ തൂവാലയും പുതിയ മരണത്തിനുള്ള കാരണങ്ങളും മാത്രം. എൻ്റെ അമ്മയുടെ തൂവാലയും ഒരു പുതിയ മരണത്തിനുള്ള കാരണങ്ങൾ മാത്രം. ആ പുതിയ മരണമാണ് 70,000 സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ജീവൻ ഈ കഴിഞ്ഞ കൊല്ലത്തിനകം മാത്രം എടുത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഹാനായ നേതാവ് യാസർ അരാഫത്താണ്. ദീർഘവീക്ഷണമുള്ള ആ നേതാവിൻ്റെ സ്മരണയും പാരമ്പര്യവും നമ്മുടെ ഇന്ത്യയും പാലസ്തീനും ഹൃദയത്തിലാണ് പേറുന്നത്. സ്വാതന്ത്ര്യത്തിനും വിമോചനത്തിനും സമാധാനത്തിനും സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് അദ്ദേഹത്തിൻ്റേത്. ആ ധൈര്യവും നിശ്ചയദാർഢ്യവും ഞങ്ങളുടെ മുന്നിലേക്കുള്ള വഴികാട്ടിയാണ്. With a story of hope, progress, and the practice, and the pride, the story of Kerala, I extend my heartfelt congratulations to the people and leadership of Kerala for achieving the historic milestone, becoming the first Indian state to eradicate poverty. This is not merely an economic achievement, it is a moral and a human trump that inspires us all. Dear friends, it gives me immense joy to return once again to Kerala, this land of beauty, culture and compassion. It will never forget. I will never forget that it was the Kerala Media Academy under the guidance of my distinguished comrade Sherry R.S. Babo and his dedicated team who first invited me to discover this region and its generous people. ഐക്യദാർഢ്യ സമ്മേളനം നടന്നു. ഗാസ ഐക്യദാർഢ്യ സമ്മേളനം കൊല്ലം കണ്ടോൺമെൻറ് മൈതാനിയിൽ നടന്നു. ചെയർപേഴ്സൺ എച്ച് ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഫലസ്തീനിൽ നടന്നതെന്ന് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവസ് മുഖ്യ അതിഥിയായി സംസാരിച്ചു. വളരെ നല്ല രീതിയിലുള്ള വികസനങ്ങളാണ് കേരളത്തിൽ നടന്നിട്ടുള്ളതെന്ന് അബു ഷബാസ് പറഞ്ഞു. ജനറൽ കൺവീനർ ആർ അജു സ്വാഗതവും കേരളത്തിലെ കലാസാംസ്കാരിക സാമൂഹിക പരിച്ഛേദം മാനവരാശിക്ക് വേണ്ടി സാമ്രാജ്യത്തിൻ്റെ വലിയ പ്രതിരോധം തീർക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ. ലൈബ്രറി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് കെ പി സജിനാഥ് നന്ദിയും രേഖപ്പെടുത്തി.
Thank you.